പറഞ്ഞു. ഇപ്പൊ വേണ്ട, ഞാൻ പറയാം. അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ തലയാട്ടിക്കൊണ്ട് നടന്നു നീങ്ങി. അല്പം കഴിഞ്ഞതും റെസ്റ്റോറൻറ്റിന് മുന്നിൽ ഒരു ആഡംബര കാറ് വന്നു നിന്നു. അതിൽ നിന്നും അവൾ പുറത്തേക്കിറങ്ങി. കണ്ണിലെ സൺഗ്ലാസ് ഒന്ന് ഉയർത്തി റെസ്റ്റോറൻറ്റിൻ്റെ ഹെഡ് നൈം ഒന്ന് നോക്കി അവൾ അകത്തേക്ക് നടന്നു. അവൾ അകത്തേക്ക് കയറിയതും കണ്ടു തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഋഷിയെ. അവൾ ഒരു ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെയർ വലിച്ചിട്ടിരുന്നു. പെട്ടെന്ന് അടുത്താരോ വന്നിരുന്നതറിഞ്ഞ് ഋഷി തലയുയർത്തി നോക്കി. ഹലോ ഋഷികേഷ് വിമൽ നാരായണൻ, ഐ ആം ശ്രേയ ജയദീപ്. അവന് നേരെ കൈ നീട്ടിക്കൊണ്ട് ശ്രേയ പറഞ്ഞതും അവൻ അവളെയും അവളുടെ കയ്യിലേക്ക് മാറി മാറി നോക്കിപ്പോയി. ഇയാളാണോ എന്നെ ഫോണിൽ വിളിച്ച് കാണണമെന്ന് പറഞ്ഞത്? ഋഷി അല്പം അരിശത്തോടെ ചോദിച്ചു. അവളുടെ നടപ്പും ഭാവം ഒന്നും അവന് പിടിച്ചില്ല എന്ന് അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും തന്നെ അവൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാലും അവനെ കൊണ്ട് അവൾക്ക് ആവശ്യമുള്ളതിനാൽ അവൾ മൗനം പാലിച്ചു. അതെ, ഞാനാണ് വിളിച്ചത്. ഇയാളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു. എന്തിന്? താല്പര്യമില്ലാത്ത പോലെ അവൻ മറുചോദ്യം ചോദിച്ചു. പറയാം, ഞാൻ ഒറ്റ മോളാണ്. കുഞ്ഞിലേ മുതൽ ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ എൻ്റെ ഡാഡിയും മമ്മിയും എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് നൽകാനാവാത്ത ഒന്നുണ്ട്, എൻ്റെ ലൈഫിലെ തീരാനഷ്ടം. അവൻ്റെ ശിവേട്ടനാണ്, ശിവദേവ് ശ്രീനിവാസൻ എന്ന എല്ലാവരുടെയും ആരാധനാപാത്രം. ശ്രേയ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഞൊടിയിടയിൽ ഋഷിക്ക് മനസ്സിലായിരുന്നു. തനിക്കും ജീവനാണ് വൈകിയെന്ന് എനിക്കറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് രണ്ടാൾക്കും സംഭവിച്ചത് നഷ്ടമാണ്. പക്ഷെ ആ വിധിയെ മാറ്റിയെഴുതാൻ നമ്മൾ വിചാരിച്ച നടക്കും. ഉള്ളിൽ ഗൂഢമായൊരു ചിരിയോടെ ശ്രേയ പറഞ്ഞു. എങ്ങനെ? ഋഷി ആകാംക്ഷയോട് ചോദിച്ചു. എന്തൊക്കെ പറഞ്ഞാലും വൈകിയെ കിട്ടുമെന്നറിഞ്ഞ അവൻ കൂടെ നിൽക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഇതിനോടകം തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുന്നതാവും സത്യം. അതിനൊരു വഴിയുണ്ട്. വൈകിയെ ശിവേട്ടൻ വെറുക്കണം. ശിവേട്ടൻ തന്നെ അവളെ അഗ്നിരുദ്രയിൽ നിന്ന് പുറത്താക്കണം. അതും നിന്റെ പേരും പറഞ്ഞ്. അങ്ങനെയെങ്കിൽ ഈസിയായി എനിക്കും അവിടെ കയറി പറ്റാം. തനിക്ക് വൈകിയെയും കിട്ടും. ശ്രേയ പറഞ്ഞതും ഋഷി അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു. അവൾ പറഞ്ഞതിനോട് യോജിക്കുന്നു എന്ന പോലെ അവനൊന്ന് പുഞ്ചിരിച്ചു. അതെങ്ങനെയായിരിക്കണമെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഋഷി. ചുണ്ടിൽ വിരിഞ്ഞൊരു ചിരിയോടെ ശ്രേയ ഋഷിയെ നോക്കി പറഞ്ഞിരുന്നു. വേണ്ട ശ്രേയ, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഋഷി മറുപടി നൽകി. ജ്യൂസ് കുടിക്ക്. അല്പം കഴിഞ്ഞതും ടേബിളിൽ അവർക്കായി ജ്യൂസ് കൊണ്ടുവച്ചതും ഋഷി ശ്രേയയോടായി പറഞ്ഞു. താങ്ക് യുടാ. അവൾ ഒരു ചിരിയോടെ അതെടുത്ത് ചുണ്ടോടി ചേർത്തു. പക്ഷെ അവൾ അറിയാതെ ഋഷി മനസ്സിൽ മെനഞ്ഞെടുത്തത് മറ്റു ചില പ്ലാനുകളായിരുന്നു. അത് അവളുടെ ജീവിതം തന്നെ തകർത്തെറിയാൻ കെൽപ്പുള്ളതായിരിക്കുമെന്ന് അവൾക്കപ്പോൾ അറിയില്ലായിരുന്നു. അവൻ്റെ കണ്ണുകൾ അവൻ തേടിയ ലക്ഷ്യസ്ഥാനത്ത് ഒഴുകി നടന്നു. ആ നിമിഷം ഒന്നും അറിയാതെ തൻ്റെ പദ്ധതിയുടെ ആദ്യത്തെ കടമ്പ വിജയിച്ചു എന്ന സന്തോഷത്തിലായിരുന്നു അവൾ. ഈ സമയം ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ ശരത്ത് ശിവനെ അല്പം ദേഷ്യത്തോടെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാവാൻ ശരത്തിൻ്റെ മുഖത്തു നിന്നും കണ്ണെടുത്തു. ശരത്തെ, എങ്ങനെയുണ്ട് വൈകിക്ക്? ശിവൻ മിണ്ടുന്നില്ലെന്ന് കണ്ട് നന്ദൻ ചോദിച്ചു. ഷീസ് ഓക്കെ നൗ, ഡോണ്ട് ബി പാനിക് നന്ദ. ശരത്ത് പറഞ്ഞതും രണ്ടാളും ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ചു പോയി. നീയൊന്ന് വന്നേ, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ശരത്ത് അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. ഞാനോ? എന്തിന്? നിന്റെ ഭാര്യയല്ലടാ അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നീ വരണം. വാടാ ഇങ്ങോട്ട്. എന്ത് നിനക്ക് വരാനൊരു മടി? ശരത്ത് ദേഷ്യത്തോടെ അവൻ്റെ കയ്യും പിടിച്ച് ക്യാബിനിലേക്ക് നടന്നു. നന്ദനൊന്നും മനസ്സിലാവാതെ വായും പൊളിച്ച് നോക്കി നിന്നു. പൊന്ന മോനെ, എന്തോന്നടാ നീ കാണിച്ചു വെച്ചേക്കുന്നേ? അവളെ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ എനിക്കറിയാം നിന്റെ കയ്യിലിരിപ്പിൻ്റെ ആണെന്ന്. എങ്ങാനും ആ കൊച്ച് തട്ടിപ്പോയിരുന്നാലോ? ആരും ഞെട്ടണ്ട, ശിവൻ്റെയും നന്ദൻ്റെയും കളിക്കൂട്ടുകാരനായിരുന്നു ശരത്ത്. അത് പിന്നെടാ, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അറിയാതെ. നീയൊന്നും പറയണ്ട, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുക്കാം നിന്റെ പേരിൽ. അല്ല പിന്നെ, ഇങ്ങനെയുണ്ടോ ദേഷ്യം? ഡാ, ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ പറ്റിപ്പോയതാ. എൻ്റെ മാനസികാവസ്ഥ തേങ്ങാക്കൊല. എങ്ങാനും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ ഇതുപോലെ നിന്റെ കോപ്പിലെ മാനസികാവസ്ഥയെക്കുറിച്ച് പറയുമായിരുന്നോടാ ചെറ്റെ. നിനക്ക് വല്ല ചിന്തയുമുണ്ടോ? ശരത്തിൻ്റെ ഒച്ച ദേഷ്യത്തിൽ ഉയർന്നു. അളിയ, ഞാനൊന്നും വൈകിയെ കണ്ടോട്ടെ. എന്തിന്? ഞെക്കിക്കൊല്ലാനോ? നീ കാണണ്ട ഇനി അവളെ. നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് നന്ദനെ കൊണ്ട് അവളെ കെട്ടിച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ. എങ്ങനെയുണ്ട്? ചെറ്റെ, എൻ്റെ പെണ്ണിനെ കാണാൻ ഞാൻ എന്തിനാ നിന്റെ അനുവാദം ചോദിക്കുന്നേ? മാറടാ അങ്ങോട്ട്. അവനെ പിടിച്ചു മാറ്റി പുറത്തേക്ക് പോകാനൊരുങ്ങിയതും ശരത്ത് അവനെ വിളിച്ചു. ശിവ, ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് മാത്രം അവൾക്ക് സഹിക്കുന്നില്ല.
പേടിയാണ് നിന്നെയെന്ന് അവൾ പറഞ്ഞത്. ശരത്ത് പറഞ്ഞതും ശിവന് വല്ലാത്ത കുറ്റബോധം തോന്നി. ശിവ, ഞാനൊരു കാര്യം പറയാം. ജനിച്ചു വീണപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതായിരുന്നു അവൾ ഋഷിയെ. ഒപ്പം അല്പം വളർന്നപ്പോൾ തന്നെ അവളുടെയും അവൻ്റെയും മനസ്സിൽ വീട്ടുകാരായിട്ട് പറഞ്ഞു പഠിപ്പിച്ചതായിരുന്നു അവർ രണ്ടാളും ഒന്നാകണമെന്ന്. ഋഷിയുടെയാണ് വൈഗയെന്നും വൈഗയുടേതാണ് അവനെന്നും. അങ്ങനെയുള്ള ഋഷിയെ മറക്കാൻ പെട്ടെന്ന് അവളെ കൊണ്ടാകുമോ? പിന്നെ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ അവൾക്ക് ഋഷിയോട് വെറുപ്പാണ്. എന്നിരുന്നാലും അവളുടെ മനസ്സ് പൂർണ്ണമായും അവനെ മറക്കണമെങ്കിൽ അതിനവൾക്ക് നിന്റെ സഹായം വേണം. ദാറ്റ് മീൻസ് നീ അവളെ സ്നേഹിക്കണം. മാക്സിമം ദേഷ്യപ്പെടാതെ അവളെ പൊതിഞ്ഞു പിടിക്കണം. അങ്ങനെ ഒരു കരുതൽ, സ്നേഹം, അതാണ് അവൾ നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിന്റെ ഈ മുരടൻ സ്വഭാവം കൊണ്ട് ആ കൊച്ചിനെ പേടിപ്പിക്കാൻ നിന്നാലേ അത് വല്ല കടുങ്കയും ചെയ്യും, പറഞ്ഞേക്കാം. ശരത്ത് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ശിവന് തോന്നി. അവൻ തലയാട്ടി പുറത്തേക്ക് നടന്നു. ക്യാഷ്വാലിറ്റിയുടെ മുന്നിലെത്തിയതും കണ്ടു മുത്തശ്ശിയും വൈദ്യവും അച്ഛന്മാരും ഒഴിച്ച് അഗ്നിരുദ്രയിലെ എല്ലാവരെയും. അവനുള്ളിലെ പതർച്ച മറിച്ചു പിടിച്ചുകൊണ്ട് അവിടേക്ക് ചെന്നു. അവനെ കണ്ടതും ജാനകി കൈവലിച്ചൊരെണ്ണം കൊടുത്തു. കാരണം നോക്കി. ഞെട്ടലോടെ തല ഉയർത്തി നോക്കി അവൻ. കത്തുന്ന മിഴികളോടെ തന്നെ നോക്കുന്ന അമ്മയെ അവൻ പേടിയോടെ നോക്കിപ്പോയി. നീ എൻ്റെ മോൻ തന്നെയല്ലടാ. നിനക്ക് എങ്ങനെ തോന്നി വൈഗമോളോട് അങ്ങനെയൊക്കെ ചെയ്യാൻ? ജാനകി ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. പൊക്കോളണം എൻ്റെ മുന്നീന്ന്. കണ്ടുപോകരുത് നിന്നെ. ഇനി മേല എൻ്റെ മുന്നിൽ കണ്ട. ജാനകി ദേഷ്യത്തോടെ അലറി. അമ്മ, ഞാൻ. മിണ്ടരുത് നീ, വിളിക്കരുത് എന്നെ അങ്ങനെ. പോടാ ഇറങ്ങി. നിന്നെ എനിക്ക് കാണണ്ട. അവനെ പിടിച്ചു തള്ളിക്കൊണ്ട് ജാനകി പുലമ്പി. അമ്മ, ശിവനോട് ക്ഷമിക്കമ്മ. നന്ദൻ ജാനകിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദ, മാറി നിൽക്ക്. അവനോട് ക്ഷമിക്കേണ്ടത് ഞാനല്ല, അകത്ത് കിടക്കുന്നവളാ. എവിടെ നിന്നും ആരോടും ഒരു വാക്ക് പോലും ചോദിക്കാതെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴും ഞാൻ ഒന്നും പറയാതെ സ്വീകരിച്ചതേ ഉള്ളൂ. എനിക്കെൻ്റെ മകനിൽ വിശ്വാസമുണ്ടായിരുന്നു, അഭിമാനമായിരുന്നു ഇവനെ ഓർത്തെനിക്ക് എന്നും. പക്ഷേ ഇവനോ ഇന്ന് താലി കെട്ടിയ പെണ്ണിനെ ഉപദ്രവിച്ചിരിക്കുന്നു. എത്ര ധൈര്യമുണ്ടവന് എൻ്റെ വയറ്റിൽ പിറന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അനുഭവിക്കട്ടെ കുറച്ച്. വൈഗമോള് ക്ഷമിച്ചു എന്ന് പറയും വരെ നീ എൻ്റെ മോനല്ല. ജാനകി നന്ദനോടെന്ന പോലെ ശിവനോടായി പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവരെ തുറിച്ചു നോക്കി. അയ്യോ ജാനകി, എൻ്റെ മോൾക്ക് വേണ്ടി ശിവനോട് അങ്ങനെയൊന്നും പറയില്ലേ? ദേവകി ഞെട്ടലോടെ സങ്കടം സഹിക്കാനാവാതെ ജാനകിയോട് പറഞ്ഞു. ദേവകി, അവൾ നിന്റെ മാത്രം മോളല്ല. എൻ്റെ മകൻ്റെ താലി എപ്പോൾ അവളുടെ കഴുത്തിൽ വീണു അന്ന് തൊട്ട് അവൾ എൻ്റെ കൂടി മകളാണ്. സ്വന്തം മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് സഹിക്കുമോ? ആരിലൂടെ അവൾക്കൊരു ദോഷം സംഭവിച്ചാലും അത് സഹിച്ചിരിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ശിവന് ഇങ്ങനെയൊരു ശിക്ഷ അത്യാവശ്യമാണ്. ഇനിയൊരിക്കൽ കൂടി അവളുടെ ദേഹത്ത് കൈവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ അവനിത് ഓർത്തിരിക്കണം. ഒന്നുമില്ലെങ്കിലും അവൻ അഗ്നിരുദ്രയിലെ ഈ ജാനകിയുടെ മകനാണ് ദേവകി. ഉറച്ച സ്വരത്തിൽ ജാനകി പറഞ്ഞതും എല്ലാവരും നിസ്സഹായതയോടെ ശിവന്റെ മുഖത്തേക്ക് നോക്കി. ശിവൻ വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ബാക്കിലേക്ക് അടിവെച്ചു. ശിവ. നന്ദൻ അവൻ്റെ അടുത്തേക്ക് ഓടി. അവൻ നന്ദനെ ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു. ശിവ, പോവല്ലടാ. നീ എങ്ങോട്ടാ? പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. നന്ദൻ അവൻ്റെ പിന്നാലെ ചെന്നവൻ്റെ വഴി തടഞ്ഞു. ഇല്ല നന്ദ, ഇവിടെ തെറ്റെൻ്റെ ഭാഗത്താ. എൻ്റെ സ്നേഹം സത്യമല്ലെന്നും ഉള്ളിലുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ഭീഷണിപ്പെടുത്തി താലുകെട്ടി ദേഷ്യം തീർക്കാൻ ശ്രമിക്കുവാണെന്നും ഞാൻ പ്രതികരിച്ചു. അതല്പം കൂടിപ്പോയി. അല്ലാതെ മനഃപൂർവ്വം അവളെ വേദനിപ്പിക്കണമെന്ന് കരുതിയൊന്നും ചെയ്തില്ല ഞാൻ. ഇനി അമ്മ പറഞ്ഞ പോലെ വൈകി എന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നു. അന്നേ ഞാൻ ആ വീടിൻ്റെ പടി ചവിട്ടു, അല്ലാതെ ഞാൻ ചവിട്ടില്ല. നീ വിഷമിക്കേണ്ട. നന്ദൻ്റെ കൈവിടുവിച്ചുകൊണ്ട് ശിവൻ പുറത്തോട്ടിറങ്ങിപ്പോയി. ശിവ. നന്ദൻ വേദനയോടെ വിളിച്ചു. അമ്മയുടെ വയറ്റിൽ നാമ്പിട്ടപ്പോൾ മുതൽ ഒന്നിച്ചായിരുന്നു രണ്ടാളും. ജനിച്ചിട്ടും സാധാരണ അടിപിടി കൂട്ടുന്ന കുട്ടികളെ പോലെയല്ലായിരുന്നു. ശിവൻ കുഞ്ഞിലെ മുതൽ ദേഷ്യക്കാരനായിരുന്നു. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നന്ദന് മുന്നേ ജനിച്ചവൻ. എന്നാൽ നന്ദൻ ഒരു പഞ്ചഭാവമായിരുന്നു. ആരെങ്കിലും നന്ദൻ എന്തെങ്കിലും പറഞ്ഞ അന്ന് ശിവൻ അവിടെ ആടിത്തിമർക്കലാണ് പതിവ്. എപ്പോഴും അവനെ പൊതിഞ്ഞു പിടിച്ചിരുന്ന ഏട്ടൻ. എല്ലാവരും ശിവനെ ഭയക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ പേടിക്കുമ്പോൾ എപ്പോഴും ശിവൻ്റെ കയ്യും പിടിച്ച് അവൻ്റെ തോളിൽ ചേർന്നിരിക്കും നന്ദൻ. പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അഗ്നിരുദ്രയിൽ ഉള്ളവർ പോലും. മറ്റുള്ളവരോട് റൂഡായി പെരുമാറുന്ന ശിവൻ നന്ദനോട് മാത്രം സോഫ്റ്റാണെന്ന് കണ്ട് മറ്റാരേക്കാളും ശിവനെ മനസ്സിലാക്കിയ നന്ദൻ അറിയാമായിരുന്നു അവൻ്റെ ഉള്ളിൽ വൈകിയോടുള്ള അടങ്ങാത്ത സ്നേഹം. എന്നിരുന്നാലും ശിവനൊന്നും തന്നെ നന്ദനെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ചോദിച്ചതുമില്ല. ഇന്നങ്ങനെയുള്ള തൻ്റെ ഏട്ടൻ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റിൻ്റെ പേരിൽ തന്നിൽ നിന്നും കൂടി അകന്നു നിന്നാൽ അത് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു നന്ദന്.
നിസ്സഹായനായി നോക്കി നിൽക്കാനല്ലാതെ ഒന്നിനും അവനെ കൊണ്ട് കഴിയുമായിരുന്നില്ല ആ നിമിഷം. നന്ദ. ശിവൻ പോയ വഴിയെ നോക്കി ആ നിൽക്കുന്ന നന്ദനെ ജാനകി വിളിച്ചു. അവൻ തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അവൻ്റെ ഭാവം കണ്ട് ജാനകി അമ്പരന്നുകൊണ്ട് നോക്കിയവനെ. മതിയായോ അമ്മയ്ക്ക്? എൻ്റെ ശിവനെ ഇറക്കി വിട്ടപ്പോൾ അമ്മയ്ക്ക് മതിയായോ? സന്തോഷമായോ? ഇനി ഞാൻ എന്ത് ചെയ്യണം അവനെ ഒന്ന് കാണാൻ? ശിവന്റെ ഭാഗത്ത് മാത്രമല്ല വൈഗയുടെ ഭാഗത്തും ഉണ്ട് തെറ്റ്. അവൾ എന്തുകൊണ്ട് അവനെ മനസ്സിലാക്കിയില്ല? അവൻ്റെ ആയിട്ട് ഒരുപാട് നാളായില്ലേ അവൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? എന്നിട്ടും അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ എന്തേ അവൾക്ക് കഴിഞ്ഞില്ല? കുഞ്ഞുനാൾ മുതൽ കാണുന്നതാ ഞാൻ അവനെ, എൻ്റെ ഏട്ടനെ. മറ്റേനേക്കാളും എനിക്ക് നന്നായി അറിയാം ശിവനെ. അവൻ എന്ത് ചെയ്യുമെന്നും. എന്തേ അവൾക്ക് കഴിഞ്ഞില്ല? എന്നിട്ട് പേടിയാണത്രേ അവനെ. അവൾക്ക് പേടിയാണെന്ന്. ശ്രേയയും ഋഷിയെയും കൂടി ഓരോന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ അവളെ അപമാനിച്ചപ്പോൾ, അവൾക്ക് വേണ്ടി ശിവൻ ഒരു ദയയും കൂടാതെ അവരെ തല്ലി ചതച്ചപ്പോൾ, അവളെ എല്ലാ അപമാനത്തിൽ നിന്നും പൊതിഞ്ഞു പിടിച്ചപ്പോൾ ഇല്ലായിരുന്നു ഈ പേടി. പിന്നെ ഇപ്പോൾ മാത്രം എവിടുന്ന് പൊട്ടിമുളച്ചു? ദേഷ്യത്തിൽ ശബ്ദമുയർത്തി ഓരോ വാക്കും ചോദിക്കുന്ന നന്ദനെ എല്ലാവരും ഞെട്ടലോടെ ഉറ്റുനോക്കി. കാരണം നന്ദൻ്റെ ഇങ്ങനൊരു ഭാവം അവർക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. തൻ്റെ ശിവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയതിലുള്ള പ്രതിഷേധം, അതാണ് അവനെ ആ നിമിഷം അങ്ങനെ പ്രവർത്തിക്കാൻ കാരണമാക്കിയത്. നന്ദേട്ട. കണ്ണൻ അവൻ്റെ തോളിൽ കൈ ചേർത്തതും അവൻ തലചരിച്ചു നോക്കി. മാറടാ, എൻ്റെ ശിവനില്ലാത്തിടത്ത് ഞാനും നിൽക്കില്ല. അവൻ്റെ കൈ തട്ടിമാറ്റി നന്ദൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നന്ദ മോനെ, നന്ദേട്ട. എല്ലാവരും വിളിച്ചെങ്കിലും അവൻ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു നീങ്ങി. എൻ്റെ ഈശ്വര, ഇങ്ങനെയൊന്നും ആയിത്തീരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഭഗവാനെ. എന്തിനാ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം? എനിക്ക് സഹിക്കില്ല. വിതുമ്പിക്കൊണ്ട് ജാനകി സാരിത്തുമ്പിൽ കണ്ണീരൊപ്പി. കണ്ടുനിന്ന ദേവിക്കും നിറകണ്ണുകളോടെ കാഷ്വാലിറ്റിയുടെ വാതിൽക്കലേക്ക് നോക്കി. കണ്ണൻ സങ്കടത്തോടെ അവിടെയുള്ള ചെയറിലേക്ക് ഇരുന്നു.